റാം നാരായൺ റാം. ഈ ആകർഷണത്തിൻ്റെ കാരണത്താൽ മാത്രമാണ് ജീവജാലങ്ങളിൽ പരസ്പരം പ്രണയവും സ്നേഹവും നിലനിൽക്കുന്നത്. ഇത് വിശാല ആകർഷണത്തിൻ്റെ ഒഴുക്ക് തന്നെയാണ്. ഈ ആകർഷണത്തിൽ എല്ലാവരും ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ഒരാളുടെ മനസ്സിൽ മറ്റൊരാളിൽ പ്രേമം ഉണ്ട്. ഇത് ആസ്യം വിശാല ആകർഷണത്തിൻ്റെ പ്രവാഹമാണ്. ഇത് ഐക്യത്തിൻ്റെ സ്വരം ആണ്. വാ എന്ന് പറയുമ്പോൾ വരുന്നു, പോ എന്ന് പറയുമ്പോൾ പോകുന്നു. ക്രോധം, അഹങ്കാരം ഈ വാക്കിൻ്റെ മേൽ ആശ്രിതമാണ്. ഈ ലോകത്തിലെ എല്ലാം വാക്കുകളുടെ സഹായത്താൽ സംഭവിക്കുന്നു. വാക്ക് മന്ത്രമാണെങ്കിൽ ഓരോ വാക്കും മന്ത്രമാണ്. വരിക, പോകുക, ഭക്ഷിക്കുക എന്നീ വിവിധ പ്രവൃത്തികളിലും നമ്മൾ ഈ മന്ത്രത്തെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സന്തോഷം, കോപം, അഹങ്കാരം എന്തായാലും മന്ത്രം എല്ലാമിലുമുണ്ട്. ഈ വാക്ക് വിശാല ലോകത്തിൽ നിന്ന് വേറെല്ലാം അല്ല. വിശാല ലോകത്തിലെ എല്ലാം നിയന്ത്രിക്കുവാൻ വാക്കിൻ്റെ സഹായം എടുക്കണം. വിശാല ശക്തി ഉണ്ടായപ്പോൾ മാത്രം നീ പ്രത്യക്ഷപ്പെട്ടു. വിശാല ശക്തിയുടെ മുമ്പിൽ നിന്നപ്പോൾ മാത്രം കുറവിൻ്റെ ബോധം ഉണ്ടാകുന്നു. ഈ കുറവ് സ്വാഭാവികമാണ്. വിശാല ലോകത്തിൻ്റെ ഒഴുക്കിൽ കുറവ് പൂരിപ്പിക്കുന്നു. കുറവ് പൂരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും കുറവ് ഉണ്ടാകും. നമ്മൾ വലിയ വാക്കിനെ നമ്മുടെ നിയന്ത്രണത്തിലാക്കി വിശാലതയുടെ പാതയിൽ മുന്നോട്ട് പോകും. ഈ ലോകത്തിലെ എല്ലാ പ്രവൃത്തിയും വാക്കിൻ്റെ സഹായത്താൽ മാത്രമാണ് നടക്കുന്നത്. ഇഷ്ടമാകട്ടെ അല്ലെങ്കിൽ ഇഷ്ടമാകാതെയായാലും നീ ദിവസവും രാത്രി വാക്ക് ഉച്ചരിച്ച് തുടരുക. വിശാലത്തോടൊപ്പം ചേർക്കുക എന്നതാണ് ഈ വാക്കിൻ്റെ നിയമം. ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങളും ബംഗാളിയിലെ 36 അക്ഷരങ്ങളും ഉപയോഗിച്ച് സാഹിത്യകാരൻ ആകാമെന്ന പോലെ മന്ത്രാക്ഷരം ഉപയോഗിച്ചും സിദ്ധി പ്രാപിക്കാം. ദിവസവും രാത്രി ഈ വാക്ക് ഉച്ചരിക്കുന്നത് ഉറപ്പുള്ളതാണ്. അതുകൊണ്ടു ഇഷ്ടമാകട്ടെയോ അല്ലെങ്കിൽ ഇഷ്ടമാകാതെയോ മന്ത്രം ജപിച്ചു തുടരുക. ഈ ഋഷി മഹാന്മാർ അവതാരങ്ങൾ ഈ മന്ത്രജപത്തിലൂടെ മാത്രമേ രൂപപ്പെട്ടിട്ടുള്ളൂ.